നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒലിവുമല പ്രഭാഷണം എന്ന വീഡിയോ പരമ്പരയിലെ 16ാമത്തെ വീഡിയോ ആകുന്നു ഇത്. ഈ വീഡിയോ മത്തായി 24:31, മർക്കോസ് 13:27 എന്നീ വചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവപുത്രന്റെ ആകാശ മേഘങ്ങളിലുള്ള വരവിനെ തുടർന്ന് സംഭവിക്കുവാനിരുന്ന കാര്യമാണ് 31ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 13:27 പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാം വരവിൽ തന്റെ വിശുദ്ധന്മാരെ വേർപ്പിച്ച് തന്റെ അരികിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അനേകർ വിശ്വസിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. കാരണം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ആ തലമുറയിൽ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് താഴെ മത്തായി 24:34, മർക്കോസ് 13:30 എന്നീ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിറവേറിയിട്ടുണ്ടോ എന്നാണ് ഈ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. ഇനി വാക്യം വായിക്കാം. മത്തായി 24:31. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മർക്കോസ് 13:27. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്നത് പ്രവചനം നിറവേറേണ്ട സമയം സംബന്ധിച്ചിട്ടാണ്. മത്തായി 24:31 മൂലഭാഷയിൽ ആരംഭിക്കുന്നത് കായ് എന്നൊരു കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് തർജ്ജമകളിൽ ഈ വാക്യം എല്ലായ്പ്പോഴും ആൻഡ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 29ാം വാക്യം ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് സംഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 29, 30 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്. എന്നാൽ ആ കാര്യങ്ങൾ മാത്രമല്ല, 31 പറയുന്നതും കൂടെ അതിൽ ഉൾപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് ആൻഡ് അഥവാ കായ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകയാൽ മലയാളത്തിൽ കായ്ക്ക് അത് മാത്രമല്ല എന്ന അർത്ഥമാണ് ഉള്ളത്. അതുകൊണ്ട് മത്തായി എഴുതിയിരിക്കുന്ന പ്രകാരം അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കുകയും അവർ തൻ്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും എന്ന പ്രവചനം ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സംഭവിക്കേണ്ട കാര്യം ആയിരുന്നു. ഇതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുന്നത് സമയം സംബന്ധിച്ച്. മർക്കോസ് 13:27 ആരംഭിക്കുന്നത് കായ് ഉപയോഗിച്ചിട്ടാണ്. അതുകൂടാതെ അപ്പോൾ എന്നർത്ഥമുള്ള ടോട്ടെ എന്ന പദവും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വ്യക്തമായ ഒരു സമയ സൂചന നൽകുന്ന പദമാണ്. സത്യവേദ പുസ്തകത്തിൽ അപ്പോൾ എന്നല്ല, പകരം അന്ന് എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ടോട്ടെ എന്ന പദം ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷമാണ് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുക എന്ന് ആ പദത്താൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആ കാലത്തിലെ കഷ്ടം യഹൂദ ജനതയ്ക്ക് ഉണ്ടായതാണ് എന്ന് ഉള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ അഥവാ മഹോപദ്രവം എന്ന വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ കാലത്തിലെ കഷ്ടം യഹൂദ ജനതയ്ക്ക് ആ തലമുറയിൽ ഉണ്ടാകേണ്ടിയിരുന്നതാണ്, ഭാവിയിലല്ല എന്ന് കർത്താവ് തന്നെയും ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:22 വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വാക്കുകൾ ഇപ്രകാരമാണ്: എഴുതിയിരിക്കുന്ന എല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അതുകൊണ്ട് ആ കാലത്തിലെ കഷ്ടം ദൈവത്തിന്റെ പ്രതികാരവും ക്രോധത്തിന്റെ പ്രദർശനവും ആയിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് ആ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സംഭവിക്കുവാനിരുന്ന 3 കാര്യങ്ങളാണ് 29, 30 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആ വാക്യങ്ങളെ ഇപ്രകാരം ഞാൻ ചുരുക്കി ഒന്ന് ഓർമ്മ പുതുക്കി പറയാം. സൂര്യൻ ഇരുണ്ടതാക്കപ്പെടും, ചന്ദ്രൻ അവളുടെ വെട്ടം കൊടുക്കുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ കുലുക്കപ്പെടും.
ഇത് ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് അടയാള ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ കാര്യം ലോകാവസാനം എന്ന വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് ആ ക്ലാസ് കേൾക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതിന് അപ്പോൾ സ്വർഗത്തിലുള്ള മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷമാകും എന്ന് തർജ്ജമ ചെയ്യാമെന്നും അങ്ങനെ ആണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നും മനുഷ്യപുത്രന്റെ ആകാശ മേഘങ്ങളിലുള്ള വരവ് എന്ന വീഡിയോയിൽ കാര്യകാരണ സഹിതം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്നും ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന വചനപ്രകാരം അവനെ കുത്തിത്തുളച്ചവർ അവനെ കാണണമെങ്കിൽ അത് ആ തലമുറയിൽ സംഭവിക്കണം, അവർ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കണമായിരുന്നു എന്നും AD 70 ന്യായവിധിയിലൂടെയും യെരുശലേമിന്റെ നാശത്തിലൂടെയുമാണ് അവർ അവന്റെ അദൃശ്യ സാന്നിധ്യം കണ്ടത് എന്നും ആ വീഡിയോയിൽ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് ആ വീഡിയോ കണ്ടാലും. അപ്പോൾ ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം മാറത്തടിച്ച് വിലപിക്കുകയും വളരെ ശക്തിയോടും മഹത്വത്തോടും കൂടെ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ വരുന്ന മനുഷ്യപുത്രനെ കാണുകയും ചെയ്യും. ഈ ഗോത്രങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളാണെന്നും സ്വർഗത്തിലുള്ള മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷമാകുമ്പോൾ അത് ന്യായവിധി ആണെന്ന് കണ്ട് പ്രലാപിക്കുന്ന കാര്യമാണെന്നും അതേ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. മേൽ പറഞ്ഞ ആ കാലത്തെ കഷ്ടത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് അവൻ തന്റെ ദൂതന്മാരെ ഒരു വലിയ കാഹളധ്വനിയോടുകൂടെ അയക്കുകയും അവർ ആകാശങ്ങളുടെ അറ്റങ്ങൾ തൊട്ട് അവയുടെ അറ്റങ്ങൾ വരെയുള്ള 4 ദിശകളിൽ നിന്ന് 4 കാറ്റുകളിൽ നിന്ന് എന്നാണ് മൂലഭാഷയിലുള്ളത് തൻ്റെ വൃതന്മാരെ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിവരുത്തുകയും ചെയ്യും എന്നുള്ള കാര്യം. ഇനി ആ പ്രവചനത്തിന്റെ വിശദീകരണം ആണ് ആരംഭിക്കുന്നത്. പ്രവചനത്തെ പാരാഫ്രൈസ്ഡ് ആയിട്ട് അഥവാ അല്പം വിശദീകരിച്ചിട്ട് ഇങ്ങനെ പറയാം: ആ കാലത്തെ കഷ്ടത്തിന് ശേഷം ഉടനെ അവൻ തന്റെ ദൂതന്മാരെ ഒരു വലിയ കാഹളധ്വനിയോട് കൂടെ അയക്കും, അഥവാ ഒരു വലിയ കാഹളത്തോടു കൂടെ അയക്കും. അവർ അതിനെ ധ്വനിപ്പിക്കും. അതിനാൽ അവർ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കുകളിൽ നിന്ന് തൻ്റെ വൃതന്മാരെ കൂട്ടി വരുത്തും. ഈ പ്രവചനം വായിച്ചാൽ കർത്താവ് തന്റെ 2ാം വരവിൽ തന്റെ ജനത്തെ ഉയർപ്പിച്ച് തങ്കലേക്ക് കൂട്ടിവരുത്തുന്ന കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ആരും ചിന്തിച്ചു പോകും. കാരണം അത്രമാത്രം സാമ്യം ആ വിഷയത്തിലുണ്ട്. പക്ഷെ സത്യം അതല്ല. അതിനുള്ള ന്യായങ്ങൾ ഇനി പറയുന്നതാണ്. ഈ പ്രവചനം ആ തലമുറയിൽ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് അതിന് താഴെ 34-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി മാത്രമല്ല, മർക്കോസും ലൂക്കോസും കൂടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഈ പ്രവചനത്തിൽ കർത്താവ് തന്റെ 2ാം വരവിൽ തന്റെ ജനത്തെ ഉയർപ്പിച്ച് തങ്കലേക്ക് കൂട്ടിവരുത്തുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവിന്റെ 2ാം വരവ് നിറവേറിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്, നമുക്കറിയാമല്ലോ. 2, നമ്മുടെ ഉയർപ്പിലും നമ്മെ കർത്താവിന്റെ അടുക്കിലേക്ക് കൂട്ടി വരുത്തുന്ന കാര്യത്തിലും ദൈവദൂതന്മാർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് കർത്താവോ അപ്പസ്തോലന്മാരോ പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരിടത്തും നമ്മളത് കാണുന്നില്ല. ആകെ ഈ പ്രവചനത്തിൽ തന്റെ 2ാം വരവിൽ തന്റെ ജനത്തെ ഉയർപ്പിച്ച് തങ്കലേക്ക് കൂട്ടി വരുത്തുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. 3, ഉയർപ്പിനെ കുറിച്ച്, നമ്മുടെ ഉയർപ്പിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ ദൂതന്മാർക്ക് ഇവിടെ മത്തായി 24:31 പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു പങ്കാളിത്തമൊന്നും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്നത് ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങളാണ്. 1, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. 16-ാം വാക്യം തുടർന്ന് കർത്താവ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഔട്ടോസ് ഹോ കുരിയോസ് എന്നീ ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമ ആകയാൽ കർത്താവ് താൻ എന്നതിന് പകരം കർത്താവ് തന്നെ എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. കർത്താവ് തന്നെ, കർത്താവ് തന്നെയായിരിക്കും തന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇറങ്ങി വരിക എന്നാണ് അതിന്റെ അർത്ഥം. ദൂതന്മാരല്ല, ദൂതന്മാരെ അയക്കുകയല്ല ചെയ്യുന്നത് എന്ന് വ്യക്തം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗംഭീരനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ്. എൻ കെലിയുസ്മാറ്റി എന്നീ ഗ്രീക്ക് പദങ്ങളെയാണ് ഗംഭീരനാദത്തോടു കൂടെ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. കെലിയുസ്മ എന്ന നാമപദത്തിന്റെ ക്രിയാരൂപം കെലിയുവോ മത്തായി 14:19, 28
27 അധ്യായത്തിന്റെ 64, അപ്പോസ്തല പ്രവർത്തികൾ 4:15 എന്നീ വചനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവയിൽ യഥാക്രമം കൽപ്പിച്ചു, കൽപ്പിക്കണമേ, കൽപ്പിക്കുക, കൽപ്പിച്ചിട്ട് എന്നൊക്കെയാണ് അതിന്റെ വിവിധ രൂപങ്ങൾക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആകയാൽ കെലിയുസ്മായുടെ അർത്ഥം കൽപ്പന എന്നാണ്. ആകയാൽ എൻ കെലിയുസ്മാറ്റിയുടെ അർത്ഥം കൽപ്പനയോട് കൂടെ എന്നോ കൽപ്പന സ്വരത്തോടു കൂടെ എന്നോ ആയിരിക്കേണ്ടതാണ്, അല്ലാതെ ഗംഭീരനാദം എന്നല്ല. വിത്ത് എ ഷൗട്ട് ഓഫ് കമാൻഡ്. എന്താണ് കൽപ്പന എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കെലിയുസ്മാറ്റിയുടെ മുമ്പിൽ ആർട്ടിക്കിൾ ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് കൽപ്പനാ സ്വഭാവമുള്ള ഒരു ശബ്ദം എന്നാണ് അർത്ഥം. അത് എന്താണെന്ന് അനുമാനിക്കുവാൻ മാത്രമേ കഴിയൂ. കർത്താവ് ഉയർപ്പിച്ചവരെ എല്ലാം വിളിച്ച് ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബാലയെ എഴുന്നേൽക്ക, ബാല്യക്കാരാ എഴുന്നേൽക്കുക, ലാസറേ പുറത്തു വരിക എന്നീ കൽപ്പനകൾ ഉദാഹരണങ്ങളാണ്. മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ടാണ് ജീവിക്കുന്നതെന്ന് കർത്താവ് സ്വയം പറഞ്ഞിരിക്കുന്നതുകൊണ്ടും അപ്രകാരം ചെയ്തു കാണിച്ചിരിക്കുന്നുകൊണ്ടും അപ്രകാരമുള്ള ഒന്നായിരിക്കണം ഈ കൽപ്പനാസ്വരം എന്നേ നമുക്ക് അനുമാനിക്കുവാൻ കഴിയുള്ളൂ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവൻ എന്ന സങ്കീർത്തനം 90:3 വാക്കുകൾ സ്മരണീയമാണ്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന ദൂതൻ മീഖായേലാണെന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം പ്രധാന ദൂതൻ എന്ന പേരിൽ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്ന ഏകദൂതൻ ഇദ്ദേഹമാണ്. അപ്പൊ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന അനേകരുണ്ടെങ്കിലും പ്രത്യേകിച്ച് യഹോവ സാക്ഷികൾക്ക് ഇത് വളരെ പ്രിയമുള്ള ഒരു വ്യാഖ്യാനമാണ്. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് അവർ മീഖായേൽ എന്ന പ്രധാന ദൂതനാണ് മനുഷ്യരൂപം എടുത്തു വന്നിരിക്കുന്ന യേശുക്രിസ്തു എന്ന ദുരുപദേശം പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെയുണ്ട്. പ്രധാന ദൂതൻ എന്ന ശബ്ദം ആർക്കേംഗലോസ് എന്ന പദത്തിന്റെ തർജ്ജമയാണ്. മൂലഭാഷയിൽ അതിനു മുൻപിൽ ആർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ട് ഒരു പ്രധാന ദൂതൻ എന്നല്ലാതെ ഇന്ന പ്രധാന ദൂതൻ എന്ന് അർത്ഥം വരികയില്ല. മീഖായേൽ ആണെന്ന് വരികയില്ല. അങ്ങനെ നിർബന്ധം പിടിക്കാൻ ആർക്കും കഴിയുകയില്ല. ആർട്ടിക്കിൾ ഇല്ലാത്തതുകൊണ്ട് ആ ശബ്ദത്തിന്റെ സ്വഭാവമാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദൂതന്മാരുടെ മേൽ പ്രഭു ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വരം പോലെയുള്ള സ്വരം. കർത്താവ് തൻ്റെ ദൂതന്മാർക്കെല്ലാം പ്രഭു അല്ലെങ്കിൽ രാജാവായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നാണ്. ഇത് 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിരിക്കുന്ന അന്ത്യ കാഹളനാദം തന്നെയാണ്. ആരായിരിക്കും ആ കാഹളം ഊതുക എന്നൊന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, ഒരിടത്തും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇനി അടുത്തതായിട്ട് അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. പിന്നെ ചുറ്റും മരിക്കാതെ ശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നവർ, ജീവിച്ചിരിക്കുന്നവർ ഒരുമിച്ച് അവരോടുകൂടെ മേഘങ്ങളിൽ കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായിട്ട് വായുവിലേക്ക് പിടിച്ചെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇത്രയുമാണ് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, കർത്താവാണ് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ ഇറങ്ങി വരുന്നത്. കർത്താവാണ് കൽപ്പനാ സ്വരത്തോടുകൂടെ ഇറങ്ങി വരുന്നത്. പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടെ കടന്നു വരുന്നത്, അല്ലാതെ ദൂതന്മാരല്ല. തന്റെ ജനത്തെ കൂട്ടിച്ചേർക്കുവാനായി ദൂതന്മാരെ അയക്കുമെന്നൊന്നും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ലേഖനങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആകയാൽ മത്തായി 24:31 നമ്മുടെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വചനം അല്ല. പിന്നെ മത്തായി 24:31 കർത്താവ് എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കുവാൻ കാഹളം ധ്വനിപ്പിക്കലിന്റെ പ്രസക്തി പഴയ നിയമകാലത്ത് എന്തായിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. പഴയ നിയമകാലത്ത് കാഹളം ധ്വനിപ്പിച്ചുകൊണ്ടാണ് ജനത്തെ വിവിധ സന്ദർഭങ്ങളിൽ കൂട്ടിവരുത്തിയിരുന്നത്. പുറപ്പാട് 19 ജനത്തെ സിനായ് മലയുടെ താഴ്വാരത്ത് കൂട്ടിവരുത്തുവാൻ കാഹളം ധ്വനിപ്പിച്ചത് നമുക്കറിയാം. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ എന്ന് 13-ാം വാക്യത്തിലും, 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ മഹാഗംഭീരമായ കാഹളധ്വനി ഉണ്ടായെന്നും അനന്തരം ദൈവത്തെ എതിരേൽക്കുവാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു എന്നും 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്.
അതുപോലെ സംഖ്യാപുസ്തകം 10:2-4 വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം എന്നെല്ലാം വായിക്കുന്നുണ്ട്. ആകയാൽ കാഹളധ്വനി കേട്ടാൽ ഇതാ കൂടി വരുവാൻ വിളിക്കുന്നു എന്നാണ് പഴയ നിയമവിശുദ്ധന്മാർ മനസ്സിലാക്കിയിരുന്നത്. ഇനി മത്തായി 24:31 ദൂതന്മാർ ആരാകുന്നു എന്ന് നോക്കാം. മത്തായി 24:31 ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്ന മനുഷ്യരായ ദേവദാസന്മാരാണ്. സന്ദേശവാഹകരായ മനുഷ്യരെയും ദൂതന്മാർ എന്ന് വേദപുസ്തകത്തിൽ വിളിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങൾ: യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ഒരു ദൂതനായിരുന്നു. 3 വചനങ്ങൾ അതിനെ പിന്തുണയ്ക്കുവാനായിട്ടുണ്ട്. ഒന്ന് മത്തായി 11:10, ഇതാ ഞാൻ എൻ്റെ ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു, അവൻ നിന്റെ മുമ്പാകെ നിന്റെ വഴി ഒരുക്കും. ഇനി മർക്കോസ് 1:2, ഇതാ ഞാൻ എൻ്റെ ദൂതനെ നിന്റെ മുമ്പാകെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. ലൂക്കോസ് 7:27, ഇതാ ഞാൻ എൻ്റെ ദൂതനെ നിന്റെ മുമ്പാകെ അയക്കുന്നു, നിന്റെ മുമ്പിൽ നിന്റെ വഴിയെ അവൻ പണിയും. അപ്പൊ ഈ 3 വചനങ്ങളും പുതിയ നിയമത്തിലാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പഴയ നിയമത്തിലുള്ളത് നമുക്ക് അറിയാമല്ലോ. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെയും ദൂതന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്, ലൂക്കോസ് 7:24. എന്നാൽ യോഹന്നാന്റെ ദൂതന്മാർ പോകുമ്പോൾ അവൻ യോഹന്നാനെ കുറിച്ച് പുരുഷാരങ്ങളോട് പറയുവാൻ ആരംഭിച്ചു, നിങ്ങൾ മരുഭൂമിയിലേക്ക് എന്ത് കാണുവാൻ പുറപ്പെട്ടു പോയി? കാറ്റിനാൽ ഉലയ്ക്കപ്പെടുന്ന ഓടയെയോ? അപ്പോ യോഹന്നാന്റെ ദൂതന്മാരെയും യോഹന്നാന്റെ ശിഷ്യന്മാർ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് കർത്താവിനോട് ചില വിവരങ്ങൾ ചോദിച്ചറിയുവാനായിട്ട് വന്നു. അവരെ ദൂതന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്, പ്രതിനിധികൾ എന്ന പോലെ. ഇനി യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, ലൂക്കോസ് 9:52, അവൻ അവന്റെ മുമ്പാകെ ദൂതന്മാരെ അയക്കുകയും അവന് വേണ്ടി ഒരുക്കുവാൻ അവർ പോയി ശമര്യരുടെ ഒരു ഗ്രാമത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പൊ മനുഷ്യരെ ദൂതന്മാരെന്ന് വിളിക്കാം എന്നതിന് ഇത്രയും ഉദാഹരണങ്ങൾ, 5 ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് കൂട്ടിച്ചേർക്കല് എന്ന് മനസ്സിലാക്കുക. സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുമാറാക്കുന്നതാണ് ഈ കൂട്ടിച്ചേർക്കൽ അഥവാ കൂട്ടിവരുത്തൽ. അങ്ങനെ തന്നെ യോഹന്നാൻ 11:52 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ജാതിക്ക് വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ചിതറിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെയും അവൻ ഒരുവനിൽ കൂട്ടിവരുത്തേണ്ടതിന് വേണ്ടി മരിക്കുവാൻ പോകുകയായിരുന്നു. അതായത് സുനാഗോ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദന്മാരെയും അല്ലാത്തവരെയും ഇങ്ങനെ ക്രിസ്തുവിന്റെ അടുക്കൽ കൂട്ടിവരുത്തുന്ന കാര്യം യോഹന്നാൻ 10:16 പറഞ്ഞിട്ടുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. ഇനി എന്താണ് മഹാകാഹള ധ്വനി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. യെശയ്യാവ് 58:1 ജനത്തെ മാനസാന്തരത്തിലേക്കും തിരിച്ചു വരവിലേക്കും നയിക്കേണ്ടതിന് അവരെ അവരുടെ ലംഘനങ്ങളെ കുറിച്ച് അറിയിക്കുന്നതിനെ കാഹളം ധ്വനിപ്പിക്കുന്നതിനോടാണ് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ആകെ കാഹളം ധ്വനിപ്പിക്കൽ വചനപ്രഘോഷണമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി യെശയ്യാവ് 27:13 നഷ്ടരായവരും ഭ്രഷ്ടരായവരുമായ ജനത്തെ തിരിച്ച് യെരുശലേമിൽ ദൈവത്തെ നമസ്കരിക്കുവാൻ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയെ മഹാകാഹളം ഊതുന്ന പ്രവൃത്തിയായിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അന്നാളിൽ മഹാകാഹളം ഊതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. വചനപ്രഘോഷണത്തെ മഹാകാഹളധ്വനിയായി വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ തന്നെയാണ് മത്തായി 24:31 വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേ പ്രയോഗം 24:31 ചെയ്തിരിക്കാൻ അത് തന്നെയാണ് മത്തായി 24:31 പറഞ്ഞിരിക്കുന്ന സത്യം എന്ന് പലരും ചിന്തിക്കുന്നു. ആകെ മത്തായി 24:31 പ്രവചനത്തിന്റെ അർത്ഥം ഇതാണ്: അവൻ, അതായത് യേശു ക്രിസ്തു, തന്റെ ദൂതന്മാരെ, അതായത് സുവിശേഷ പ്രഘോഷകരെ, സുവിശേഷ ഘോഷണം എന്ന മഹാകാഹള ധ്വനിയോടുകൂടെ ആകാശത്തിന് കീഴെങ്ങുമുള്ള സകല ജാതികളുടെയും അടുക്കലേക്ക് അയക്കും. അവർ അവന്റെ വൃതന്മാരെ അഥവാ
രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. യെരുശലേമിന്റെ നാശത്തിന് മുമ്പ് രാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ജാതികൾക്കും ഒരു സാക്ഷ്യത്തിനായി എന്ന ലക്ഷ്യത്തോടെ നിവസിത ലോകത്തിൽ റോമൻ സാമ്രാജ്യത്തിലൊക്കെയും പ്രഘോഷിക്കപ്പെട്ടു. എങ്കിൽ യെരുശലേമിന്റെ നാശത്തിന് ശേഷം സംഭവിച്ചത് ഇതാണ്: അതിനപ്പുറത്തേക്ക് ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും തന്റെ ദാസന്മാർ അയക്കപ്പെട്ടു. ഇത്തവണ കേവലം സാക്ഷ്യത്തിനായിട്ടല്ല അവരെ അയക്കുന്നത്, നേരെ മറിച്ച് തന്റെ ജനത്തെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കേണ്ടതിനായി ഈ അയക്കൽ നടന്നു. അതിന് ചരിത്രം സാക്ഷിയായിട്ട് ഇരിക്കും. ആകയാൽ മത്തായി 24:13 നിറവേറലിനായി ഭാവിയിലേക്ക് അല്ല നോക്കേണ്ടത്. അത് യെരുശലേമിന്റെ നാശത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണം കർത്താവിന്റെ 2ാം വരവെങ്കിൽ സംഭവിക്കാൻ തൊട്ട് മുമ്പായിട്ട് സംഭവിക്കും. ആകയാൽ അതിന്റെ ഭാഗഭാക്കുകളായ നമുക്ക് അധികം ഉത്തേജനത്തോടെ ഉത്സാഹത്തോടെ തന്റെ ദൂതന്മാരായി സന്ദേശവാഹകന്മാരായി പ്രവർത്തിക്കാം. കാഹളം പോലെ ശബ്ദമുയർത്തി തന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ അറിയിക്കാം. ഇടയ ശ്രേഷ്ഠനായ യേശുവിന്റെ അടുക്കൽ അവരെ കൂട്ടിവരുത്താം. അവർ വന്ന് പുതിയ യെരുശലേമാകുന്ന സഭയിൽ യഹോവയുടെ നാമത്തെ നമസ്കരിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.